നിങ്ങൾ കൂടുതൽ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഡേ ബൈ ഡേ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. കാരണം സാധനങ്ങൾ കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ മറ്റ് ഒരുപാട് ലോങ് യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മൈലേജ് പ്രധാന ഘടകമാണ്. ആ മൈലേജിന് പറ്റിയ ഒരു വാഹനമാണ് ഈ വാഹനം. ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഓഫീസിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വിശദമായിട്ട് അവസാനം വരെ ഇരുന്ന് കാണാം. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിയും തിരുനാവായക്കും ഇടയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ തിരുനാവായ സൈഡിൽ നിന്ന് വരുന്ന റോഡ്. അതിന് ഈ ഭാഗമാണ് പുത്തനത്താണിയിൽ നിന്ന് തിരുനാവായയിലോട്ട് പോകുന്ന സൈഡ് കേട്ടോ. ആ റോഡിൻ്റെ അടുത്ത് ബാവപ്പടി, ഏകദേശം പുത്തനത്താണി തിരുനാവായക്കും ഇടയിൽ ബാവപ്പടിയിലാണ് നമ്മളെ സ്ഥാപനം ഉള്ളത്. പിന്നെ കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഇടയിലും അതോടൊപ്പം തന്നെ മറ്റ് ഡിസ്ക്രിപ്ഷനിലൊക്കെ ബന്ധപ്പെടേണ്ട നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് ബന്ധപ്പെടാം. ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് 2012 മോഡൽ 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ലിവോ ആയിട്ടാണ്. വെറും ഒറിജിനൽ കേരളമാണ്. പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. 2012 ഡീസലാണ്, GD ആണ്. അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട്, നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. ഏകദേശം 3 ലക്ഷത്തിൻ്റെ അടുത്ത് ഫിനാൻസ് കിട്ടും. ഉദ്ദേശിക്കുന്ന വില 3,95,000. അപ്പോൾ നമ്മൾ പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ സമയത്ത് ചോദിക്കാറുള്ളൊരു കേസാണ്, എന്താണ് വില പറയാത്തത്. വില പറയുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ മാറ്റങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ പക്ക കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മളെ കയ്യിലുള്ളൂ. കാരണം ഈ ഒരു ഏരിയയിൽ ആകെ കുറച്ച് വാഹനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പർച്ചേസിങ് നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2021 മോഡൽ ഗ്ലാൻസ G ഓപ്ഷൻ മാനുവലാണ്, 40 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്, പക്ക കമ്പനി സർവീസ്, ഇൻഷുറൻസ് 6 ലക്ഷം IDVയിൽ പുതിയതാണ്. അപ്പോൾ ഏകദേശം 6.5 ലക്ഷം രൂപയോളം നമുക്ക് എന്ത് ചെയ്യും, ഫിനാൻസ് നമുക്ക് കിട്ടും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ ബ്ലൂ ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ, ഡയമണ്ട് കട്ട് അലൈവിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി. ഓക്കെ, 2021 ഗ്ലാൻസ G മാനുവൽ. ഉദ്ദേശിക്കുന്ന വില 7,25,000. അതിൽ 6 ലക്ഷം നമുക്ക് ഫിനാൻസ് നമുക്ക് പോസിബിളാണ്. പറയാം. ഇപ്പോൾ ഇന്നത്തെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യണ സമയം മെയ് മാസമാണ്. മെയ് മാസം മുതൽ നമ്മൾ ഓതറൈസേഷനൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഡീലർമാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഓതറൈസേഷൻ എടുക്കാൻ ശ്രമിക്കുക. നമ്മളും എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ആ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതിൻ്റേതായ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ചെറിയ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. 2015 വെറും 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള അൾട്ടോ K10 VXI ഓട്ടോമാറ്റിക്. ഓക്കെ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വാഹനമാണ്. KL 07 എറണാകുളം രജിസ്ട്രേഷൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണറാണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്, മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉദ്ദേശിക്കുന്ന വില 3,40,000. നമുക്കതിൽ 2 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പലരും പറയും ഭയങ്കര വിലയാണ്, വില ഭയങ്കര ജാസ്തിയാണെന്നൊക്കെ. പക്ഷേ വിലകളൊക്കെ നമ്മൾ ചെറിയ മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് നിങ്ങൾ വേണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളെ ബന്ധപ്പെടണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. നിങ്ങൾ കൂടുതൽ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ
ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ ഡേ ബൈ ഡേ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. കാരണം സാധനങ്ങൾ കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ മറ്റ് ഒരുപാട് യാത്രകൾ, ഒരുപാട് ലോങ് യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മൈലേജ് പ്രധാന ഘടകമാണ്. ആ മൈലേജിന് പറ്റിയ ഒരു വാഹനമാണ് ഈ വാഹനം. ഏകദേശം 24ഓളം മൈലേജ് കിട്ടുന്ന 2017 XL ഒറിജിനൽ കേരള മൈക്രയാണ്, ഡീസലാണ്, സിംഗിൾ ഓണറാണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങളൊക്കെ കുറിച്ച് പറയാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. XL എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോള്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സെറ്റ്, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ ലഭ്യമാണ്. പിന്നെ മറ്റ് ഏകദേശം നമ്മൾ മാരുതിയുടെ ഷിഫ്റ്റിനേക്കാളും അത്യാവശ്യം ഡീസലിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ് കേട്ടോ. പല ആളുകൾക്കും അറിയുന്നതാണ്, പല ആളുകളും പിന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളുടെ പേര് പറയാമോ എന്നുള്ളത്. അതിലൊന്നാണ് നിസാൻ മൈക്ര. പിന്നെ നമ്മൾ ഓരോ വാഹനങ്ങളെയും ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ആ വീഡിയോസ് ഷോർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ഷോർട്സിൽ പോയി നോക്കാം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാധ്യമമാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് 2021 മോഡൽ ബലേനോ ഡെൽറ്റയാണ്, സിംഗിൾ ഓണറാണ്. അതേപോലെ തന്നെ DR വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2019 ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത്, ബലേനോ നമ്മളെ ഷേപ്പ് മാറി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 2021 ഇറങ്ങിയ വാഹനമാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്, ആ ഷേപ്പിലുള്ള വാഹനം. പിന്നെ അതോടൊപ്പം തന്നെ നെക്സ ബ്ലൂ ആണ്, എല്ലാവരും നോക്കുന്ന ഒരു ഡിമാൻഡഡ് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഡെൽറ്റയിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല വില കൂടിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് നല്ല ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ബലേനോ ഡെൽറ്റയിൽ കമ്പനി ഇമ്പിൾഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ആണ് വരാറുള്ളത്. അതെന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ട് പുതിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി എന്ന സ്ഥലത്താണ് നമ്മൾ വാഹനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരാം. ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത്, നേരത്തെ നമ്മൾ ബലേനോൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉദ്ദേശിക്കുന്ന വില 6,75,000. അതോടൊപ്പം തന്നെ നിസാൻ മൈക്ര എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വില പറഞ്ഞിട്ടില്ല, 4,75,000 ചോദിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് 2020 മോഡൽ VXi എക്സ്പ്രസ്സോ ആണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 3,85,000 ആണെങ്കിൽ കൂടി 0 ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം. കാരണം ഇതിന് 4 ലക്ഷം IDVയിലുള്ള ഇൻഷുറൻസ് ആണുള്ളത്. അപ്പോൾ 4 ലക്ഷം എന്ത് ചെയ്യും, ഈ വാഹനത്തിന് ഫിനാൻസ് കിട്ടും. ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണ് 3,85,000. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. അപ്പോൾ പുതിയ ഇൻഷുറൻസ് പ്ലസ് 4 പുതിയ ടയർ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സിംഗിൾ ഓണറാണ് കേട്ടോ. 2020 മോഡൽ എക്സ്പ്രസ്സോ VXi മാനുവൽ. ഈ എക്സ്പ്രസ്സോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറിയ ചെറിയ ഇടവഴികൾ വികസിച്ച റോഡൊക്കെ ആണെങ്കിൽ അതിലോട്ട് കൊണ്ടുപോകാനും നിർത്തിയിടാനും, അതോടൊപ്പം തന്നെ ഒരു ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയുള്ള ഒരു വാഹനമാണ്. പിന്നെ ഇതിലൊരുപാട് അധികം ആളുകൾ ചെറിയ ലേഡീസ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു വരാറുള്ളത്. അവർക്കൊക്കെ പറ്റിയ ഒരു വാഹനമാണത്. 4 പുതിയ ടയറാണ്, പുതിയ ഇൻഷുറൻസാണ്. 3,85 നമ്മൾ ഉദ്ദേശിക്കുന്ന വില, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൊടുക്കാം. പല ആളുകളും ചോദിക്കുന്നതാണ് ചെറിയൊരു വിലക്ക്, അതായത് 5 ലക്ഷത്തിൽ താഴെ നിങ്ങളെ കയ്യിൽ ബലേനോ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ 4,95,000 ചോദിക്കുന്ന 2016 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബലേനോ ഡെൽറ്റയാണിത്. മേജർ ആക്സിഡൻറ്റുകളില്ല. 4 യൊക്കോമൻ്റെ പുത്തൻ ടയറാണ്. ഗ്രേ കളറാണ്, അല്ലാതെ ഉദ്ദേശിക്കുന്ന വയറ്റ് തന്നെ പിന്നെ നല്ലൊരു കളറാണ്. പിന്നെ ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും. സീറ്റ് കവറൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2016 ബലേനോ ഡെൽറ്റ കേട്ടോ.
ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ല പുത്തനത്താണിയും തിരുനാവായക്കും ഇടയിലാണ് നമ്മളെ ലൊക്കേഷൻ ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 4,95,000 ചോദിച്ചാൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക. 4 ലക്ഷത്തിന് മുകളിൽ ഈ വാഹനത്തിന് ഫിനാൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക്കിൽ തന്നെ ഒരു സാൻഡ്രോ 2020 സിംഗിൾ ഓണറാണ്. 4 പുത്തൻ ടയർ. പിന്നെ വേരിയൻ്റ് എന്ന് പറഞ്ഞത് കോർപ്പറേറ്റ് എഡിഷനാണ്. ഇതിലൊരുപാട് ചെറിയ 4-5 വേരിയൻറ്റുകൾ വരുന്നുണ്ട്. അതിൽ പെട്ടൊരു വേരിയൻ്റാണ് കോർപ്പറേറ്റ് എഡിഷൻ. അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക്, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2020 സാൻഡ്രോ കേട്ടോ, ഓട്ടോമാറ്റിക് AMT. മോഡലാണ്. 40,000 ഓടിയിട്ടുള്ളൂ. KL 39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 4,75,000. 3.5 മുകളിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കുക. 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ സാൻഡ്രോൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അൾട്ടോയുടെ ഒരു ഇതും നമ്മളെ കയ്യിലുണ്ട്. 2021 മോഡൽ, 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള LXi അൾട്ടോ 800 ആണ്. പിന്നെ മേജർ അപാകതകളില്ല. KL 36 വൈക്കം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 4 പുതിയ ടയറുണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഉൾഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അഡീഷണൽ സീറ്റ് കവർ, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന വില 3.5 ലക്ഷം രൂപ. 3 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഫിനാൻസ് ആണെങ്കിലും അത് എടുക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പബിലിറ്റിയും കൂടെ ഉണ്ടാവും. അതിനനുസരിച്ച് ഫൈനാൻസ് കമ്പനികൾ അതേപോലെ തന്നെ ബാങ്കുകളൊക്കെ അവർക്ക് ലോണ് കൊടുക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് വേറെയുള്ള ലാസ്റ്റ് പറയാൻ പോകുന്നത് ഈ 3 വാഹനങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2012 മോഡൽ റിഡ്സാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. ഉദ്ദേശിക്കുന്ന വില 2,65,000. ഇതിൽ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഫിനാൻസ് റെഡിയാക്കി കൊടുക്കാം. 2012 സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള റിഡ്സ് VXi. ഇനി നമുക്ക് പറയാൻ പോകുന്നത് 2016 VXi ഷിഫ്റ്റാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. സിംഗിൾ ഓണറല്ല, സെക്കൻഡ് ഓണറാണ്. 2 പുതിയ ടയറുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. നല്ല വില കൂടിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. KL 07 എറണാകുളം രജിസ്ട്രേഷനാണ് കേട്ടോ. 2016 മോഡൽ ഷിഫ്റ്റ് VXi, സെക്കൻഡ് ഓണർ. ഗ്രേ കളറാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ലെവലുള്ളൊരു കളറാണ് ഗ്രേ കളർ. ഈ ഗ്രേ കളറിൽ തന്നെ നമുക്ക് ഇനി നമ്മളടുത്തത് മാരുതിയുടെ വാഹനം പറയാൻ പോകുന്നത് ബ്രിസ VDI ഓപ്ഷനിലാണ് കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്ന, എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ വാഹനം 2017 മോഡൽ ബ്രിസ VDI ഓപ്ഷനിൽ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. മേജർ ആക്സിഡൻറ്റുകളൊന്നുമില്ല, പക്ക കമ്പനി സർവീസാണ്. ഏകദേശം 20ന് മുകളിലും ഫൈനാൻസ് കിട്ടും, മൈലേജ് കിട്ടും. ഫൈനാൻസ് ഒരു 6 ലക്ഷത്തിന് മുകളിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന വില 7,25,000 ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. 2017 VDI ഓപ്ഷനിൽ ബ്രസ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പായിട്ട്
നമുക്ക് ഒരുപാട് കുറവുകളുണ്ടാവും. ആ കുറവുകൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വില പറയുന്ന സമയത്താണ് കൂടുതൽ കമൻസ് കാണാറുള്ളത്, വില കൂടുതലാണ്, വില ഒരുപാട് ജാസ്തിയാണെന്നൊക്കെ. പല ആളുകളും പലതരത്തിലുള്ള വാഹനങ്ങളും ഇന്ന് ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലകളൊക്കെ ആ വാഹനത്തിന് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മളെ കയ്യിലുള്ള വാഹനങ്ങൾ നമ്മളെ ഒരു മേന്മ പറയല്ല, നമ്മൾ അത്യാവശ്യം നല്ല നോക്കി ഹിസ്റ്ററി നോക്കി കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തെടുക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിനോടനുസരിച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം നമുക്ക് വിലയിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വാഹനങ്ങൾ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനും കഴിയും. നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടിയിലാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ അതോടൊപ്പം തന്നെ ഇത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ റീലൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ഗുഡ് ബൈ.